പ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. വീണ്ടും ഒരു പകലിൽ കർത്താവിൻ്റെ പൊന്നു പാദവിടത്തിൽ ആയിരിക്കാൻ സ്വർഗ്ഗം നമ്മെ സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രിയും ഒരു പകലും നമ്മെ വിട്ട് കടന്നുപോയി. നമ്മെ നമുക്കുള്ളവരെയും സ്വർഗം കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ചു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും, ഈ പ്രോഗ്രാം ഷെയർ ചെയ്യുന്ന എല്ലാ ബഹുമാന്യ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യത്തിൽ പിന്നെയും വെളിപ്പെടേണ്ടതിന് കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ധ്യാനിപ്പാൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാമത്തെ അധ്യായം 22-ാമത്തെ വേദാംശത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഇന്ന് പകൽക്കാലം ക്ഷണിക്കുകയാണ്. 22-ാമത്തെ വേദാംശം. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെ വായിക്കുന്നു: ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഈശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. സ്തോത്രം. ഈ 22-ാമത്തെ വേദാംശത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം തന്നെ ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ജനമൊക്കെയും ഒരു രാജാവിനെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, ഓ ജീസസ്, 21-ാം വാക്യം പറയുന്നു, അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. കണ്ടോ, ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 40 വർഷം ശൗൽ പരിചിറ്റും ശരിയാക്കാതെ ഇരുന്നപ്പോൾ അടുത്ത ഒരു മനുഷ്യനെ കണ്ടെത്താൻ, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചൊരു ഭാഗമാണ്, ഒരു രാജാവിനെ കണ്ടുപിടിക്കാൻ സ്വർഗത്തിലെ ദൈവം വളരെ അനുഗ്രഹത്തോടെ, വളരെ തീഷ്ണതയോടെ ഒരു രാജാവിനെ കണ്ടുപിടിക്കാൻ യാത്ര തിരിച്ചു. സ്തോത്രം. രാജാവിനെ വേണം, ജനത്തെ നയിക്കാൻ ഒരു രാജാവിനെ വേണം. ആ രാജാവിന് വേണ്ടി സഞ്ചരിച്ചു എത്തി നിന്നത് ഈശായിയുടെ വീട്ടിനകത്താണ്. നമുക്കറിയാം, സങ്കീർത്തനം 89-ന്റെ 20-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. 21-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവന് ബലപ്പെടുത്തും. കണ്ടോ, ദാവീദിനെ തിരഞ്ഞെടുക്കാൻ തൈലക്കൊമ്പിൽ തൈലവും നിറച്ച് 1-2 ദിവസമല്ല നടന്നത്. ദൈവത്തിന് ഒരു മനുഷ്യനെ ബോധിച്ചാൽ ആർക്കും, ഓ ജീസസ്, ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്കും ആ വ്യക്തിയെ തകർക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് ഇന്ന് പ്രഭാതത്തിൽ അഭിഷക്തയെ നിങ്ങളെ ദൈവത്തിന് ബോധിച്ചാൽ, പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇവിടെ പറഞ്ഞത് അവന് ബോധിച്ച, കണ്ടോ, ദാവീദിനെ എനിക്ക് ബോധിച്ചു, പുരുഷനായി കണ്ടു. സ്തോത്രം. അപ്പൊ ബോധിക്കണം. ദൈവത്തിൻ്റെ ക്വാളിറ്റിയിൽ നമ്മളായിത്തീരണമെന്ന. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ
ദൈവം നമ്മെ മെനഞ്ഞു. എങ്ങനെ? അല്പം മാത്രം താഴ്ത്തി. കണ്ടോ? ശകലം വ്യത്യാസപ്പെടുത്തി ദൈവം നമ്മെ മെനഞ്ഞിരിക്കുക. മണ്ണിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു വച്ചിട്ട് മനുഷ്യന്റെ രൂപം കർത്താവ് മണ്ണ് കൊണ്ടുണ്ടാക്കി. മണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി വച്ചിട്ട് കർത്താവ് അതിനകത്ത് പോരായ്മകളെല്ലാം മാറ്റി. സ്തോത്രം. നിന്നെ നോക്കി നിന്റെ പോരായ്മ ഇന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെ പോലെ പറന്നടുക്കുമ്പോൾ സ്വർഗം ഇന്ന് പകൽക്കാലം പറയുന്നു, ഏദൻ പൂങ്കാവനത്തിൽ മനുഷ്യനെ, സ്തോത്രം, മണ്ണ് കൊണ്ട് മെനഞ്ഞു. ഒരു ശില്പി അവൻ ഒന്ന് മെനയുമ്പോൾ അവൻ്റെ ശില്പിയുടെ അകത്തളങ്ങളിൽ മെനയുന്ന വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിമയുടെ ഒരു പിക്ചർ ഉണ്ടാകും. സ്തോത്രം. അത് ഏത് കലാകാരന്മാരെ കുറിച്ച് പഠിച്ചാലും ആ മനുഷ്യൻ്റെ അകത്ത് ഒരു നല്ല ക്ലാരിറ്റി ഉള്ള ഒരു പിക്ചർ ഉണ്ടാകും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ഉലകം മുഴുവൻ സൃഷ്ടിച്ച അണ്ഡഘടാകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചം മുഴുവനും സകലത്തിൻ്റെ മേലും അധികാരമുള്ള നിറഞ്ഞു നിൽക്കുന്ന സൂര്യൻ്റെ മേലും ചന്ദ്രൻ്റെ മേലും സകല ഗാലക്സിയുടെ മേലും ഗ്രഹങ്ങളുടെ മേലും അധികാരമുള്ള ദൈവം ഒരു മനുഷ്യനെ മെനഞ്ഞിരിക്കുക. സ്തോത്രം. ആമേൻ. ആ മനുഷ്യൻ്റെ മൂക്കിൽ തൻ്റെ ശ്വാസം ഊതിക്കയറ്റി. എൻ്റെ ദൈവവൈതലേ, പ്രൈസ് ദി ലോർഡ്. ദൈവം തന്ന ശ്വാസമാണ് നമ്മളുടെ ശരീരത്തിൽ. എപ്പോഴും വേണോ തിരിച്ചെടുക്കാം. അതാർക്കും തടയാൻ കഴിയില്ല. ഒരു വൈദ്യശാസ്ത്രം പോലും മരണത്തെ തടയാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കുകയില്ല. സ്തോത്രം. അപ്പൊ ദൈവം തന്നിരിക്കുന്ന ചെറിയ ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ട്. ചെറിയ സമയം. ഈ പ്രഭാതത്തിൽ ആമേൻ എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് ഇതാണ്. ആമേൻ. ഓക്കെ, ശൗല് കഴിഞ്ഞ് ശൗലിനെ അവിടുന്ന് പറഞ്ഞു വിടാതെ ഇരിക്കുന്ന സമയത്ത് ദൈവം അടുത്തൊരാളിനെ കണ്ടെത്തി. ഇന്ന് പകലിൽ എന്നിലും നിങ്ങളിലും ഏൽപ്പിച്ച ശുശ്രൂഷകൾ നമ്മൾ നടപടിയായി ചെയ്യാതിരിക്കുമ്പോൾ നമ്മെ നിർത്തിക്കൊണ്ട് അടുത്തൊരുത്തനെ ദൈവം തിരഞ്ഞെടുക്കും. യെസ്, ഉറപ്പായിട്ടും. ഇന്ന് ദൈവം ഏൽപ്പിച്ചതിനെ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം കാര്യത്തിനു വേണ്ടി ഓടുന്നവർ ഇത് കേൾക്കണം. ശൗൽ രാജാവിനെ ആമേൻ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാതെ അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ദാവീദിനെ തെരഞ്ഞെടുത്തു. ഇന്ന് പകൽ അനേകരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഘട്ടങ്ങൾ പരിശുദ്ധാത്മാവെന്ന് പകൽക്കാലം കാണിക്കുകയാണ്. സ്തോത്രം. അല്ല, മനുഷ്യൻ എന്തെല്ലാം നിന്റെ നേരെ ഉപായങ്ങൾ പ്രസ്താവിച്ചാലും അതൊന്നും നിലനിൽക്കത്തില്ല. സ്തോത്രം. അത് ഒരു കാര്യം പോലും നിലനിൽക്കത്തില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിരിക്കുന്ന സർവജനത്തിൻ്റെയും മുൻപിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനം ഇന്ന് പകൽക്കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നോയികെ, 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. കണ്ടോ? അല്ലാതെ ഒളിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അല്ല എന്നെ നിങ്ങളെ അഭിഷേകം ചെയ്തതാണോ? ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എവരെല്ലാം നോക്കി നിൽക്കേ നിന്നെ ദൈവം മാനിക്കും. ആമേൻ പറ. ഉടവൽ ഖമന ജൂഡമനാരകൽ കനാദി. ഈ സഹോദരങ്ങളെല്ലാം നോക്കി നിൽക്കേ
ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നടുവിൽ വെച്ച് അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റു രാമയ്ക്ക് പോയി. കണ്ടോ? സ്തോത്രം. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. കണ്ടോ? എപ്പോഴാണോ ദാവീദിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നത്, ഓൺ ദ സ്പോട്ടിൽ ശൗലിൻ്റെ മേലുള്ള ദൈവാത്മാവിനെ അങ്ങെടുത്ത് കളഞ്ഞു. സ്തോത്രം. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൻ്റെ മേൽ എന്ത് വന്നു? ഒരു ദുരാത്മാവിനെ അയച്ചു. ഇന്ന് പകലിൽ ദൈവം തന്ന ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ ദയവായി ഇടയാകരുത്. സഭയിലും ഭവനത്തിലും ദേശത്തിലും പ്രവർത്തനങ്ങളിലും ദൈവമേൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവജനം തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നോക്കൂ, ഇവിടെ നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്തോത്രം. നോക്കൂ, അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ആരെ നീക്കിയിട്ട്? ശൗലിനെ നീക്കി. ഈ ദിവസങ്ങളിൽ ചിലർ നീക്കി ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ദൈവം അയക്കും. ഉറപ്പ. വചനം ഇരിക്കുക. വചനത്തിൻ്റെ നടുവിൽ ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവപൈതലേ, വചനം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ദൈവപൈതലെ, ദൈവം നിന്നെ ഇന്ന് പകൽക്കാലം മാനിക്കാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകലിൽ അപ്പോസ്തലപ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിന് 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അത്രയുമല്ല ശമൂവേൽ ആദ്യനായി സംസാരിച്ചു. സ്തോത്രം. പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. സ്തോത്രം. അപ്പോൾ ചിലത് പ്രസ്താവിക്കാൻ പോകുക. നിന്നിൽ കുറിച്ച് സ്തോത്രം പ്രവചിച്ച ചില പ്രവചന ശബ്ദങ്ങൾ ഇന്ന് പകൽക്കാലം ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാതെ ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞതുപോലെ. അപ്പോൾ മോശ പണ്ട് പറഞ്ഞു. ആ പറഞ്ഞത് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പൗലൂസ് എഴുതി വച്ചിരിക്കുക. സ്തോത്രം. ഇന്ന് പകലിൽ പ്രവചന ശബ്ദം തുച്ഛീകരിക്കരുത്. നിന്റെ ജീവിതവുമായി തട്ടിക്കുന്നതാണെങ്കിൽ ഇന്ന് ഏറ്റെടുത്തോ. ദൈവം നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഇവിടെ നോക്കൂ, അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഈശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം ദൈവം പറഞ്ഞു. കേട്ടോ? മനുഷ്യനില്ല, ദൈവം നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. മനുഷ്യൻ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ നീ സഹായം ചെയ്യുമ്പോൾ ആ സമയത്ത് മാത്രമേ മനുഷ്യൻ നിൻ്റെ കൂടെ ഉള്ളൂ. ആമേൻ. അത് കഴിയുമ്പോൾ, നീ രോഗിയാകുമ്പോൾ എന്നും ഈ ആരോഗ്യമൊന്നും കാണത്തില്ല. കേട്ടോ? എന്നും ഈ രഥത്തിളപ്പും ഈ സൗന്ദര്യമൊന്നും കാണത്തില്ല. ചൊലിയൊക്കെ ചുക്കി തുളുങ്ങി കണ്ണെല്ലാം കുഴിഞ്ഞ് ആ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ ഒരാളും കാണത്തില്ല. ഈ സഹായിച്ചവരും ചേർത്ത് പിടിച്ചവരും നീ രോഗിയായി കിടന്നപ്പോൾ പോയി നോക്കിയവരും അവരെ പരിപാലിച്ചവരും ഒന്നും കാണത്തില്ല. അവൻ ആരും നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ കരുണയുടെ നടുവിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാമല്ലോ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാമധ്യായം 16-ാമത്തെ വാക്യവും 3-9 കൂടി നിങ്ങൾ ചേർത്ത് വായിച്ചോളൂ. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. കൃപയുടെ മറവിൽ മറയ്ക്കണം. അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.